എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 9ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലോ ത്രൂ പൈപ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂവേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലോ ത്രൂ പൈപ്സിൽ നമ്മൾ പഠിച്ച ഫോഴ്സസ്, അതായത് ഫ്രിക്ഷണൽ ലോസസ് ഇൻ പൈപ്സ്, അതിൻ്റെ പ്രോബ്ലംസും ബാക്കി തിയറിയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫോർ പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ പൈപ്സ്. അതായത് നമ്മളൊരു പൈപ്പിലൂടെ നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നു. അതായത് ഇവിടെ നമുക്കൊരു ടാങ്ക്, ഒരു റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിൽ നമുക്ക് വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് എ ഹെഡ്, ഒരു ഹൈ ഹെഡിൽ, എച്ച് ഹെഡ്. സോ ദ ഹെഡ് അവൈലബിൾ അറ്റ് ദ റിസർവോയർ ഈസ് ഈക്വൽ ടു എച്ച് മീറ്റേഴ്സ് ഓഫ് വാട്ടർ. ഇത് നമ്മൾ ഒരു വലിയ പൈപ്പിലൂടെ, ഒരു ലോങ് പൈപ്പിലൂടെ നമ്മൾ ഈ വാട്ടർ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാട്ടറിന് എന്തുണ്ടാവും? വെലോസിറ്റി ഉണ്ടാവും. ദർ ഇസ് എ വെലോസിറ്റി ദറ്റ് ഇസ് വി. ഓക്കെ, സോ ദ ലെങ്ത് ഓഫ് ദ പൈപ്പ് ദാറ്റ് ഇസ് എൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇതാണ്, ഒരു ഫ്ലൂയിഡ് ഒരു പൈപ്പിലൂടെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഫ്ലോയ്ക്ക് എന്തുണ്ടാവും? ദർ ഈസ് എ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മേജർ ലോസ്, മൈനർ ലോസ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മേജർ ലോസ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ലോസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഫ്രിക്ഷൻ വഴി ഒരു ഹെഡ് ലോസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു 200 മീറ്റേഴ്സ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് ദ എനർജി അവൈലബിൾ ഇൻ ദ ഫ്ലൂയിഡ്. ഇവിടുത്തെ ഫ്ലൂയിഡിലുള്ള എനർജിയാണ് നമ്മൾ ഹെഡിലോട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം സപ്പോസ് 200 മീറ്റർ ആണ്, ദാറ്റ് ഈസ് ദ എനർജി അവൈലബിൾ ഇൻ ദ റിസർവോയർ. സപ്പോസ് നമ്മളതൊരു ടർബൈൻ ലെവലിലേക്ക് വരുന്ന സമയത്ത്, സപ്പോസ് ഇവിടെ നമുക്ക് ടർബൈൻ ആണ് എന്ന് വിചാരിക്കാം. അപ്പം ഈ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? വി വിൽ നോട്ട് ഗെറ്റ് 200 മീറ്റർ ഹിയർ. ഇതിപ്പം പോയിന്റ് എ, ദിസ് ഈസ് ദ പോയിന്റ് ബി. പോയിന്റ് ബി ആണെങ്കിൽ ബിയിൽ നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? 200 മീറ്റർ എനർജി ഹെഡ് ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? 200-നേക്കാളും കുറവാണ്. എങ്ങനെ ഈ കുറയുന്നത്? ദാറ്റ് ഈസ്, ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? ദർ ഇസ് എ ഫ്രിക്ഷണൽ ലോസ്. ഫ്രിക്ഷൻ വഴി എനർജി ലോസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ HF, സ്മോൾ HF ആയാലും കുഴപ്പമില്ല, 4FLV²/2GD എന്ന ഇക്വേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. F is the friction coefficient, L is the length of the pipe, V is the velocity, D is the diameter of the pipe, G നമുക്കറിയാം acceleration due to gravity. അപ്പോൾ ഇത്രയും ഇതാണ് ഡാസിസ് ഇക്വേഷൻ. പിന്നെ നമ്മൾ ഒരു ഇക്വേഷനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ചെസിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു V is equal to C√MI. C√MI. This is for remembering these equations. C is the chassis constant, V is the velocity, M എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്നാണ് പറയുന്നത്. M is equal to D/4 ആണ്. പൈപ്പിൻ്റെ ഡയമീറ്ററിൻ്റെ 4/1 M എന്ന് പറയുന്നത്. I എന്ന് പറഞ്ഞാൽ I is equal to HF/L ആണ്. We will do problems by using these two formula. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഇന്ന് പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, അപ്പം ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. അതായത് എക്സ്പ്രഷൻ ഓഫ് പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ പൈപ്പാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പവർ എന്ന് പറഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു, നമ്മുടെ സാധാരണ മെക്കാനിക്സിലെ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, വർക്ക് ഡൺ ബൈ ടൈം.
യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന വർക്കാണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ദ വാട്ടർ പവർ. അപ്പോൾ വാട്ടർ പവർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പം ദാറ്റ് ഈസ് അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് W എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ് ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെയിറ്റ് ബൈ വോളിയം. ദാറ്റ് ഈസ് വെയിറ്റ്. വെയിറ്റ് ഈസ് എ ഫോഴ്സ്. ഇതൊരു ഫോഴ്സ് ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സിമ്പിൾ ഇക്വേഷൻസ് വെച്ചിട്ടാണ് പറയുന്നത്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് വെയിറ്റ് ആണ്. സ്പെസിഫിക് വെയിറ്റ് മീൻസ് വെയിറ്റ് ബൈ വോളിയം. സോ വെയിറ്റ് ഈസ് എ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇതിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കിവിടെ വോളിയത്തിന് പകരം വോളിയം ഫ്ലോ റേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് വോളിയം ഫ്ലോ റേറ്റ്. വോളിയം ഫ്ലോ റേറ്റ് എന്താണ്? വോളിയം ഫ്ലോ റേറ്റ് ദാറ്റ് ഈസ് ദ ഡിസ്ചാർജ് ക്യൂ അല്ലേ. ക്യൂവിൻ്റെ യൂണിറ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. മീറ്റർ ക്യൂബ് എന്തിൻ്റെ യൂണിറ്റ് ആണ്? വോളിയത്തിൻ്റെ യൂണിറ്റ് ആണ്. വോളിയം ഫ്ലോ റേറ്റ് ഇൻ യൂണിറ്റ് ടൈമാണ്. അപ്പോൾ അവിടെ ടൈമായി അല്ലേ. അപ്പം ഫോഴ്സ് ഇൻറ്റു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ W അല്ലേ. ആക്ച്വലി W ബൈ വോളിയം. ഇതിനെ നമ്മൾ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇൻറ്റു വോളിയം അല്ലേ. അപ്പോൾ ഈ വോളിയം വെട്ടിപ്പോവും. ഇതിനകത്ത് ഒരു സമയം കൂടെ ഉണ്ട് ബൈ സെക്കൻഡ്. അപ്പം എന്താണ് നമുക്ക് that is the work done, that is the force in unit time എന്ന് കിട്ടും. Actually this is the force in unit time into distance. അപ്പം അവിടെയാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് ദ എന്താണ്? ദാറ്റ് ഈസ് ദ ഹെഡ്. ദാറ്റ് ഈസ് H നെറ്റ് ഹെഡ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത്, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹെഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് WQ ഇൻറ്റു H മൈനസ് HF ആയിരിക്കും. സോ ദിസ് ഈസ് ദ പവർ. പവറിൻ്റെ ഇക്വേഷൻ ആണ് WQ H മൈനസ് HF. H is the head available here. HF is the head loss due to friction. സ്മോൾ h എന്ന് കൊടുത്താലും മതി. HF. അപ്പം ഈ H മൈനസ് HF എന്ന് പറഞ്ഞാൽ നെറ്റ് ഹെഡ് അവൈലബിൾ. നെറ്റ് ഹെഡ് അവൈലബിൾ. അപ്പം പവറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ഓർത്തിരുന്നാലും മതി. പവർ ഈസ് ഈക്വൽ ടു W. വാട്ട് ഇസ് W? സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ നമുക്കറിയാം 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. കിലോ ന്യൂട്ടണിൽ പറയുമ്പോൾ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. യു റിമെമ്പർ ദിസ് വാല്യൂ. Remember this value because this is very important. Q is the discharge. Q is the discharge. C unit is meter cube per second. H minus HF is the net head available. Net head available. What is net head? Total head il ninnum head loss due to friction കുറച്ചിട്ട് കിട്ടുന്നതാണ് H minus HF എന്ന് പറയുന്നത്. So expression for power transmission through pipes is equal to WQH minus HF. W is the specific weight. Here water is flowing. So specific weight of water is equal to 9810 Newton per meter cube. In kilonewton 9.81 kilonewton per meter cube. So you remember this equation. So now we move on to the problems. A horizontal pipe of 400 meter long supplies water to a hydraulic machine through a 200 mm dia pipe. Find the power transmitted if the pressure at the inlet to the pipe is 800 kilopascal. Take F is equal to 0.007. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ എടുത്തെഴുതണം. ലെങ്ത് L is equal to 4,000 meter. Water to a hydraulic machine through a pipe of diameter D is equal to 200 millimeter. So അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 0.2 മീറ്റർ എന്ന് കിട്ടും.
find the power transmitted. നമുക്കറിയാം, we have the equation. Power transmitted ന്റെ equation നമുക്കറിയാം, WQH ആണ്. If the pressure at the inlet of the pipe is equal to P, pressure is equal to 8000 kilopascal. Okay. അപ്പോൾ നമുക്ക് we have a fundamental equation that is P is equal to WH. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ആദ്യം പഠിക്കുന്ന ഇക്വേഷനാണ്. പ്രഷർ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ഓർ ക്യാപിറ്റൽ H, നോ പ്രോബ്ലം. H is the head available. Okay. So W is a specific weight of water. We have this 8000 kilopascal, that is 8000 into 10 raised to 3 Pascal. So when this is divided, we will get that is we need H is equal to P by W. P, what is P? 8000 into 10 raised to 3 divided by W, 9810. On simplifying, you will get a value that is the value of H is equal to 815.5 meter. This is the head available meters of water. This is the value. H is equal to 815.5 meters of water. Here the frictional head or head loss is not given. In that case, assume HF is equal to H by 3. That is very important. For maximum power transmission, നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ HF എന്ന് പറയുന്നത് H by 3 ആണ്. So that is equal to 815.5 divided by 3. So you will get a value that is 271.8 meters of water. Okay. ആക്ച്വലി ഇതിൻ്റെ ബാക്കി 815 നമുക്കുള്ളത്. അതിൽ 271 പോയി, അത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ബാക്കിയാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി 2/3 ആണ് നമുക്ക്, ദാറ്റ് ഈസ് ദ അവൈലബിൾ ഹെഡ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹെഡ് അത്രയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ അവൈലബിൾ ഹെഡ് ഈസ് ഈക്വൽ ടു 2/3H ആണ്, 2/3H. So next, by using Darcy's formula, HF is equal to 4FL V square by 2GD. We have HF. What is HF? 271.8 is equal to 4 into Fൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.007 into Lൻ്റെ വാല്യൂ ഉണ്ട് 4000 into So since we don't have this velocity, we can use this equation. Instead of this equation, we can use FL Q square by 3D raised to 5. This equation we can use because we don't have this velocity. Velocity is not given. So HF is equal to 271.8 is equal to F is equal to 0.007 into L is equal to 4000 into, okay, Q, we want to find Q divided by 3 into D is equal to 0.2 raised to 5. On simplifying, you will get a value of Q. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് Qൻ്റെ വാല്യൂ കിട്ടും. Qൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Q is equal to root of ഇതാണ് root of 271.8 into
3 into 0.2 raised to 5 divided by 0.007 into 4000. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 0.0965 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പവറാണ് കണ്ടുപിടിക്കേണ്ടുന്നത്. പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പവർ ഈസ് ഈക്വൽ ടു WQ(H minus HF). ഓക്കെ, H minus HF. നമുക്കറിയാം ഈ H minus HF എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ H minus H/3 ആണ്, ശരിയല്ലേ? അതാണ് നമ്മൾ HF ഈസ് ഈക്വൽ ടു H/3 എന്ന് കൊടുത്തിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്യുമ്പം 3H minus H/3 that is equal to 2H/3. അങ്ങനെ എഴുതിയാലും മതി. That is equal to WQ into 2H/3 എന്ന് എഴുതിയാലും മതി. ഓക്കെ, സോ വി ക്യാൻ ഹാവ് ദിസ് Wൻ്റെ വാല്യൂ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് എടുത്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം കിലോ വാട്ടിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന പവർ എന്തായിരിക്കും? ഇത് കൊടുത്താൽ കിട്ടുന്ന പവർ എന്താണ്? വാട്ടിലായിരിക്കും. ഇത് കൊടുത്താൽ കിട്ടുന്ന പവർ കിലോ വാട്ടിലായിരിക്കും. ഏത് കൊടുത്താലും മതി. 9.81 ഇൻറ്റു ക്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം 0.0965. 0.0965 ഇൻറ്റു 2 ഇൻറ്റു വാട്ട് ഇസ് H? H is equal to 815.5 divided by 3. അപ്പോൾ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 517.2 കിലോ വാട്ടാണ്. സോ 517.2 കിലോ വാട്ട്. ദിസ് ഈസ് ദി ആൻസർ. അപ്പം നമുക്ക് പൈപ്പിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഉണ്ട്, പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഈ തന്നിരിക്കുന്ന പ്രഷർ നമുക്ക് തന്നിട്ടുള്ള പ്രഷർ ഉപയോഗിച്ച് നമ്മൾ ഹെഡ് കണ്ടുപിടിക്കുന്നു. HF തരാത്ത കേസുകളിൽ നമുക്ക് വി ക്യാൻ അസ്യൂം ദാറ്റ് HF ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹെഡ് ബൈ 3. അത് കണ്ടുപിടിച്ചു. ഇത്രയാണ് ഹെഡ് ലോസ്. ആ ഹെഡ് ലോസ് ഉപയോഗിച്ച് Q കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഹെഡ് ലോസ് ഉപയോഗിച്ചിട്ട് Q കണ്ടുപിടിക്കുന്നു. അപ്പോൾ Q കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഡയറക്റ്റ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ നമ്മൾ V കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? Q കണ്ടുപിടിക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് നമുക്ക് ഈ ഡയറക്റ്റ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് Q കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് Q ആണ് കിട്ടിയത്. Q ഈസ് ഈക്വൽ ടു 0.0965 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. പവറിൻ്റെ ഇക്വേഷൻ WQ(H minus HF) ആണ്. H minus HF എന്ന് പറഞ്ഞാൽ എന്താണ്? H/3 ആണ്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ദാറ്റ് ഈസ് 2H/3. Wൻ്റെ വാല്യൂ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കൊടുത്താൽ കിട്ടുന്നത് കിലോ വാട്ട് ആയിരിക്കും. ഇത് Q ആണ്, ബാക്കി കൊടുത്തു. സോ വി ഗോട്ട് ദ പവർ. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത പ്രോബ്ലം എന്താണ്? ഇൻ എ വാട്ടർ പവർ സ്കീം ദ ടോട്ടൽ ഹെഡ് ഈസ് 170 മീറ്റർ. അവിടെ നമുക്ക് ഹെഡ് തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 170 മീറ്റർ. ആൻഡ് ദ വാട്ടർ അറ്റ് എ വാട്ടർ ഫ്ലോ റേറ്റ് ഉണ്ട്. Q ഈസ് ഈക്വൽ ടു 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഈസ് അവൈലബിൾ ഫോർ എ പെൽറ്റൻ ടർബൈൻ. ദ ലെങ്ത് ഓഫ് ദ പൈപ്പ് ഈസ് L ഈസ് ഈക്വൽ ടു 3.25 കിലോമീറ്റർ. അതിനെ നമ്മൾ into 1000 3250 meter. Determine the diameter of the pipe and power available കണ്ടുപിടിക്കണം. ഓക്കെ, ടേക്ക് F is equal to 0.0075. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമുക്ക് Q ഉള്ളത് കൊണ്ട് സിൻസ് Q ഈസ് ഗിവൺ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ അഗെയിൻ. HF ഈസ് ഈക്വൽ ടു FL Q² by
3d raised to 5. Okay, FL Q raised to 3d raised to 5. ഈ എച്ച് എഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത അതേ ഇക്വേഷൻ തന്നെ നമുക്ക് എടുക്കാം. h/3 ആണ്, h/3. So that is 170/3. 170/3 is, that is 170/3 is equal to 56.67 meters of water. അപ്പോൾ നമുക്ക് എടുക്കാം 56.67 is equal to F 0.0075 into length 3250 into 2 square divided by 3 into d raised to 5. That is d raised to 5 is equal to 0.0075 3250 into 4 by 3 into 56.6. d നമുക്ക് കണ്ടുപിടിക്കാം. That is fifth root of this value 0.0075 3250 into 4 by 3 into 56.67. that is equal to d യുടെ വാല്യൂ നമുക്ക് കിട്ടുന്ന 0.895 ആണ്. 0.895 മീറ്റർ. അതിന് വേണമെങ്കിൽ നമുക്ക് മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. that is 895 millimeter എന്ന് നമുക്ക് കിട്ടും. So that is the equation for power. Sorry, equation for diameter. നമുക്ക് പവർ കണ്ടുപിടിക്കണമെങ്കിൽ again we have second problem. Continue. That is power equation എന്താണ്? Power is equal to WQ H minus HF. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം WQ into 2H/3. What is W? 9.81. What is Q? Q2 into 2 into what is H? 170. 170 by 3. On simplifying, you will get 23.6 kilowatt. This is the power. This is the equation for power. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ഫ്ലോസ് ത്രൂ എ പൈപ്പ് ഓഫ് 10 centimeter diameter. Here diameter is equal to 10 centimeter, that is 0.1 meter, and 200 meter long, that is length is equal to 200 meter, and it is flowing with a velocity of 3 meter per second. Find the head loss due to friction using Darcy's formula. We know that Darcy's formula is equal to HF is equal to 4FL V square by 2GD. Okay, so that is equal to 4 into F ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.01 into length 200 ആണ്. V നമുക്ക് ഉണ്ട്, that is 3 square divided by 2 into 9.81 into D is equal to 0.1. On simplifying, you will get 36.7 meters of water. That is by Darcy's formula. This is by Darcy's formula. Okay. ഇപ്പോൾ Darcy's formula പ്രകാരം 36.7 meters of water ആണ് നമുക്ക് ഹെഡ് കിട്ടുന്നത്. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇനി ചസീസ് ഫോർമുല പ്രകാരം ചെസ്സിസ് ഫോർമുല നിങ്ങൾക്ക് അറിയായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു V is equal to C√mi എന്നാണ്. Where V is the velocity, C is the constant, Chesis constant, M is hydraulic mean depth. That is M is equal to hydraulic mean depth, that is equal to D by 4. What is D? 0.1. 0.1 by
4, that is 0.025, okay, meter, 0.025 meter, okay, and I is equal to hf by L, I is equal to hf by L. അപ്പോൾ നമ്മൾ സാധാരണ ഈ റൂട്ടിനകത്താണ് എച്ച് എഫ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ സ്ക്വയർ ചെയ്യണം. ഓൺ സ്ക്വയറിങ് വി ഗെറ്റ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു എം ഐ എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് വി? 3 square is equal to C is equal to 43.75 square into M is equal to 0.025 into HF by L. L is equal to 200 meter. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എച്ച് എഫ് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 9 into 200 divided by 43.75 square into 0.025 is equal to HF. അപ്പോൾ നമുക്ക് HF by Chassis formula പ്രകാരം on simplifying you will get, on simplifying this value you will get HF is equal to 37.62 meters of water. See, സെയിം കണ്ടീഷൻ. ഡാസിസ് ഫോമുല പ്രകാരം നമുക്ക് 36.7 മീറ്റർ ഹെഡ് ലോസ് കിട്ടി. ചെസ്സിസ് ഫോമുല പ്രകാരം 37.62 കിട്ടി. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ഹെഡ് ലോസ് അതായത് ഫ്രിക്ഷണൽ ലോസ് കണ്ടുപിടിക്കാനുള്ള രണ്ട് ഫോർമുലയാണ് ഡാസിസ് ഫോർമുലയും ചെസ്സിസ് ഫോർമുലയും. അപ്പോൾ ഇതിൽ രണ്ടിലും ചെറിയൊരു വേരിയേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഏകദേശം നമുക്ക് ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. 36.7 മറ്റേത് 37.6 മീറ്റേഴ്സും. അപ്പം ഇത് കമ്പാരിസൺ ആണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് വേണ്ടുന്നത്. അടുത്ത ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. സോ ദാറ്റ് ഈസ് നെക്സ്റ്റ് പ്രോബ്ലം. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ്. സോ ദാറ്റ് ഈസ് Q is given. Q is equal to 0.3 meter cube per second. The diameter of the pipe is suddenly enlarged. അപ്പോൾ ഇത് സഡൻ ആയിട്ട് അങ്ങ് എൻലാർജ് ചെയ്യുകയാണ്. ഒരു പൈപ്പിലൂടെ ഇതാണ് സെക്ഷൻ 1, പെട്ടെന്ന് എൻലാർജ് ചെയ്യുന്നു. ഇത് എൻലാർജ്ഡ് സെക്ഷനാണ് 2, പെട്ടെന്ന് എൻലാർജ് ചെയ്തു. ദിസ് ഈസ് 1 ആൻഡ് ദിസ് ഈസ് 2. എൻലാർജ്ഡ് ഫ്രം 250 mm to 500 mm. Okay, so that is, this is D1. D1 is equal to 250 mm. അതിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 0.25 മീറ്റർ. സിമിലർലി D2 is equal to 500 mm. That is equal to 0.5 meter. The pressure intensity in the smaller pipe, that is P1. നമുക്ക് രണ്ട് സെക്ഷനുകളുണ്ട്. നമുക്ക് P1 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 137.34 കിലോ പാസ്കൽ. ഡിറ്റർമിൻ ദ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് സഡൻ എൻലാർജ്മെൻറ്റിൻ്റെ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത് V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ബൈ 2G ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്രഷർ ഇൻറ്റൻസിറ്റി ഇൻ ദ ലാർജ് പൈപ്പ് P2 കണ്ടുപിടിക്കണം. പവർ ലോസ് ഡ്യൂ ടു എൻലാർജ്മെൻറ്റ് P കണ്ടുപിടിക്കണം. ഈ ടോട്ടൽ പവർ അല്ല, പവർ ലോസ് ഡ്യൂ ടു എൻലാർജ്മെൻ്റ് ആണ്. ഈ എൻലാർജ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന പവർ ലോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടുന്നത് V1 കണ്ടുപിടിക്കണം. V1 നമുക്കറിയാം Q is equal to area into velocity അല്ലേ. therefore അപ്പം Q1 ആണെങ്കിൽ A1 V1, ഇത് രണ്ടിടത്തെയും Q സെയിം ആണ്. Q1 is equal to Q2 ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് V1 കണ്ടുപിടിക്കാം. V1 is equal to Q by A1 ആയിരിക്കും. വാട്ട് ഈസ് Q? 0.3 divided by pi by 4 D1 square അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 divided by pi by 4 into D1 എത്രയാണ്? 0.25 സ്ക്വയർ. അപ്പം നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും 6.11 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സിമിലർലി നമ്മൾ V2 കണ്ടുപിടിക്കണം. Q by A2. Q എത്രയാണ്? 0.3 divided by pi by 4 D2 സ്ക്വയർ. ദാറ്റ് ഈസ്
0.3 ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു d2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5ൻ്റെ സ്ക്വയർ എടുക്കുമ്പം നമുക്ക് V2 കിട്ടുന്നത് 1.53 മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏരിയ കുറവാണ്, അവിടെ വെലോസിറ്റി കൂടുതലാണ്. ഏരിയ കൂടുമ്പോഴത്തേക്ക് വെലോസിറ്റി കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. V1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഏരിയ കുറവായതുകൊണ്ട് വെലോസിറ്റി കൂടുതലാണ്, ഇവിടെ ഏരിയ കൂടി, അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു. അപ്പോൾ നമ്മൾ എഴുതിയത് കറക്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് എ, ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ്. ഈ എൻലാർജ്മെൻറ്റ് കൊണ്ടുണ്ടായ ഹെഡ് ലോസ് ആണ്. ദാറ്റ് ഈസ് ഹെഡ് ലോസ് ഡ്യൂ ടു എൻലാർജ്മെൻറ്റ്. ഇക്വേഷൻ എന്താണ്? V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ബൈ 2g. V1 നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഉണ്ട്. 6.11 മൈനസ് 1.53 ദ ഹോൾ സ്ക്വയർ ബൈ 2 ഇൻറ്റു 9.81. On simplifying you will get 1.07 meters of water. അപ്പം നമുക്ക് ഒന്നാമത്തെ ഉത്തരം നമുക്ക് കിട്ടി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 1.07 meters of water. ഇനി നമുക്ക് രണ്ടാമത്തെ ബി പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രഷർ ഇൻറ്റൻസിറ്റി ഇൻ ദ ലാർജ് പൈപ്പ്. അപ്പം നോക്ക്, ഇവിടെ ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്ത് ഒരു വലിയ സെക്ഷനിലോട്ട് കയറുന്നു. ഇവിടെ നമുക്ക് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാം. ഇത് ഹൊറിസോണ്ടൽ പൈപ്പാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഡേറ്റവും സെയിം ആണ്, അല്ലേ? അസ്യൂം ദ പൈപ്പ് ഈസ് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ പൈപ്പ് ഹൊറിസോണ്ടൽ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ Z1 ഈസ് ഈക്വൽ ടു Z2. നമ്മളിവിടെ ഈ എന്താ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? അപ്ലൈ ബെർണോളിസ് തിയറം. അപ്പം നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? P1/W ഇസ് പ്ലസ് V1 സ്ക്വയർ ബൈ 2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/W പ്ലസ് V2 സ്ക്വയർ ബൈ 2g പ്ലസ് Z2 എന്നാണ് വരുന്നത്, അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു Z1 ഈസ് ഈക്വൽ ടു Z2. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വാട്ട് ഈസ് P1? P1 is given 137.34. 137.34. W is the specific weight, that is 9.81 plus V1 നമ്മുടെ കയ്യിലുണ്ട്. What is V1? 6.11. 6.11 square by 2 into 9.81 is equal to P2 we want to find 9.81 plus V2 നമ്മുടെ കയ്യിലുണ്ട് 1.53. 1.53 square divided by 2 into 9.1. upon simplifying, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് P2ൻ്റെ വാല്യൂ കിട്ടും. You just substitute and simplify. You will get that P2 is equal to 154.8 kilonewton per meter square or kilopascal. 154.8 കിലോ പാസ്കൽ എന്നാണ് നമുക്ക് P2 കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രഷർ ഇൻറ്റൻസിറ്റി ഇൻ ലാർജർ പൈപ്പ്. പ്രഷർ ഇൻ ലാർജർ പൈപ്പിലെ പ്രഷർ ഇതാണ്. ഓക്കെ, ഇനി അടുത്ത സി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് സി? പവർ ലോസ് ഡ്യൂ ടു എൻലാർജ്മെൻറ്റ്. എൻലാർജ്മെൻറ്റ് കൊണ്ടുണ്ടായ പവർ ലോസ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? P is equal to WQH. W 9.81. Q നമുക്കുണ്ട് 0.3. ഇവിടെ നമ്മൾ ഏത് H കൊടുക്കും? എൻലാർജ്മെൻറ്റ് കൊണ്ട് ഉള്ള ഹെഡ് ലോസ് ആണ്, അല്ലേ? ഹെഡ് ലോസ് 1.07. അപ്പം എൻലാർജ്മെൻറ്റ് കൊണ്ടുള്ള ഹെഡാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് പവറിൻ്റെ യൂണിറ്റ് കിലോ വാട്ട്. ഇവിടെ നമ്മളിത്
ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട്, മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്നത് 3.15 കിലോ വാട്ട് എന്ന് കിട്ടും. ഇത്രയും പവറാണ് ഈ എൻലാർജ്മെൻറ്റ് കൊണ്ട്, അതായത് ഏകദേശം ഒരു 3 കിലോ വാട്ട് പവർ നമുക്ക് ഈ എൻലാർജ്മെൻറ്റ് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു. ഇതാണ് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു തിയറി പോർഷനാണ്, ദറ്റ് ഈസ് വാട്ടർ ഹാമർ. വാട്ടർ ഹാമർ, ഇറ്റ് ഈസ് ദ ഫിനോമിന ഓഫ് സഡൻ റൈസ് ഇൻ പ്രഷർ ഇൻ എ പൈപ്പ്. അതായത് നമ്മളൊരു ലാർജ് പൈപ്പിലൂടെ സപ്പോസ് ഇഫ് എ ഫ്ലൂയിഡ് ഇസ് പാസിങ് വിത്ത് മൊമെൻറ്റം, ഹൈ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ലീനിയർ മൊമെൻറ്റം ആണെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി. തൽക്കാലം നമുക്ക് ലീനിയർ മൊമെൻറ്റം എടുത്താൽ മതി. സപ്പോസ് ഇത് നമ്മൾ പെട്ടെന്നൊരു വാൽവ് വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്താൽ ഇതിൻ്റെ മൊമെൻറ്റം പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സപ്പോസ് ഇഫ് ദാറ്റ് വാൽവ് ഈസ് ക്ലോസ്ഡ് സഡൻലി, it occurs when fluid flowing inside the pipe is suddenly brought to rest by closing a valve. അപ്പോൾ ഈ സമയത്ത് ഇതിവിടെ വന്ന് ഇടിക്കുകയും ഇതിൻ്റെ മൊമെൻറ്റം കാരണം ഇത് എന്ത് ചെയ്യും, എല്ലാ സൈഡിലേക്കും ഒരു പ്രഷർ വേവ്സ് ക്രിയേറ്റ് ചെയ്യും. ശരിക്കും ഈ പ്രഷർ വേവ്സ് ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ പ്രഷർ വേവ് ഉണ്ടാകാനുള്ള കാരണം ഇതിൻ്റെ കൈനറ്റിക് എനർജി പെട്ടെന്ന് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. കാരണം ഇത് ഹൈ വെലോസിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, കൈനറ്റിക് എനർജിയാണുള്ളത്. അപ്പോൾ ദിസ് കൈനറ്റിക് എനർജി ഈസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു പ്രഷർ എനർജി ആൻഡ് ദാറ്റ് പ്രഷർ ഈസ് എക്സേർട്ടഡ് ടു ദ വാൾസ് ഓഫ് ദ പൈപ്പ്. അപ്പം അവിടെ ഒരു ഷോക്ക് വേവ്സ് ഉണ്ടാവും. ഈ ഷോക്ക് വേവ്സ് ഇതിനകത്ത് വന്നിട്ട് ഇടിക്കും. അങ്ങനെ ഒരു ഹാമറിങ് എഫക്റ്റ് ഉണ്ടാകും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് വാട്ടർ ഹാമർ. ഇത് വിച്ച് മേ കോസ് ടു ബ്രേക്ക് ദ പൈപ്പ്. ഈ പൈപ്പിനെ ബ്രേക്ക് ചെയ്യാൻ വരെ എന്താണ് കപ്പാസിറ്റി ഉള്ള ഷോക്ക് വേവ്സ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വാട്ടർ ഹാമർ. നമ്മൾ സാധാരണ പെൻ സ്റ്റോക്ക്, അതായത് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ ഡാമിൽ നിന്ന് അതിൻ്റെ ടർബൈനിലേക്ക് വാട്ടർ കൊണ്ടുവന്ന പെൻ സ്റ്റോക്കിൽ ഈ വാട്ടർ ഹാമർ എഫക്റ്റ് ഉണ്ടാകാറുണ്ട് സാധാരണഗതിയിൽ, ബിക്കോസ് ദ കൈനറ്റിക് എനർജി ഈസ് വെരി ഹൈ. അപ്പോൾ ദാറ്റ് ഈസ് വാട്ടർ ഹാമർ. ദ ഫിനോമിന ഓഫ് സഡൻ റൈസ് ഇൻ പ്രഷർ in a pipe when it is the flow inside the pipe is suddenly brought to rest. Pipe flow can be 2 types. One is laminar flow and that is the second one is turbulent flow. പൈപ്പ് ഫ്ലോയെ നമുക്ക് രണ്ടായിട്ട് മെയിനായിട്ടും തരംതിരിക്കാം, ലാമിനാർ ആൻഡ് ടർബുലൻറ്റ്. ഇത് രണ്ടിൻ്റെ ഇടയിലൊരു ട്രാൻസിഷൻ ഫ്ലോ ഉണ്ട്, നമുക്ക് അതും കൂടി കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു നമ്പർ വെച്ചിട്ടാണ്, ദാറ്റ് ഈസ് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു റോ വി ഡി ബൈ മ്യൂ. ദാറ്റ് ഈസ് ഈ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്പറാണ് റെയ്നോൾഡ്സ് നമ്പർ. Rho is the density of the fluid, V is the velocity, D is the diameter of the pipe, and mu is called dynamic viscosity or simply viscosity. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ, ഒരു നമ്പറാണ് എന്ത്, റെയ്നോൾഡ്സ് നമ്പർ. അപ്പം നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ വെച്ചിട്ടാണ് ഒരു ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് പറയുന്നത്. Suppose if the Reynolds number is a number obtained by using this expression, that is rho Vd by mu. What is rho? Rho is the density. What is V? Velocity of flow. What is D? Diameter of the pipe. What is mu? Viscosity. അപ്പം നമ്മുടെ റെയ്നോൾഡ്സ് നമ്പർ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 2000 ഇൻ എ പൈപ്പ് ഫ്ലോയിലാണെങ്കിൽ സാധാരണയായിട്ട് ആ ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് ലാമിനാർ ഫ്ലോ. അപ്പോൾ ലാമിനാർ ഫ്ലോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യത്തില്ല. ലിക്വിഡ് പാർട്ടിക്കിൾസ് മൂവ്സ് ഇൻ ലേയേഴ്സ്. ലിക്വിഡ് പാർട്ടിക്കിൾസ് ലേയേഴ്സ് ആയിട്ടാണ് പോകുന്നത്, അതായത് ദാറ്റ് ഈസ് ലാമിനാർ. അതുകൊണ്ടാണ് അതിനെ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ലെയർ ബൈ ലെയർ, ഈ ലെയറുകൾ ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല.
അതായത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ടോപ്പ് ലെയറിലും ബോട്ടം ലെയറിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ലാമിനാർ ഫ്ലോ. ഇറ്റ് ഈസ് എ സ്മൂത്ത് റെഗുലർ ഫ്ലോ. അതായത് സാധാരണ റെനോൾഡ്സ് നമ്പർ 2000 താഴെയാണെങ്കിൽ ദാറ്റ് ഫ്ലോ ഈസ് റിഗാർഡഡ് ആസ് ലാമിനാർ ഫ്ലോ. അതിൻ്റെ പ്രത്യേകത വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലിക്വിഡ് പാർട്ടിക്കിൾസ് ലേയേഴ്സായിട്ട് മൂവ് ചെയ്യും. ഇതൊരു സ്മൂത്ത് ഫ്ലോ ആണ്. കൂടാതെ ഇത് റെഗുലർ ഫ്ലോ ആണ്. ഇനി അടുത്ത ടെർബുലൻ്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനോൾഡ്സ് നമ്പർ ഇഫ് ദ റെനോൾഡ്സ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 4000, റെനോൾഡ്സ് നമ്പർ 4000 മുകളിലാണെങ്കിൽ നമ്മൾ ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ടർബുലൻ്റ് ഫ്ലോ. അതായത് ഒരു സിക്സാഗ് ഫ്ലോ ആയിരിക്കും, ഡിസോർഡേർഡ് ഫ്ലോ ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. വെലോസിറ്റി ഫ്ലക്ച്വേറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വെലോസിറ്റി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. ഫ്ലോ അൺസ്റ്റഡി ആയിരിക്കും. ഇങ്ങനെയുള്ള ഫ്ലോ ആണ് എന്ത് ടർബുലൻ്റ് ഫ്ലോ എന്ന് പറയുന്നത്. സപ്പോസ് ഇഫ് ദ റെനോൾഡ്സ് നമ്പർ 200-നും 4000-നും ഇടയിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ ഫ്ലോ എന്ന് വിളിക്കും. അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് ക്രിട്ടിക്കൽ നമ്പർ, അതായത് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് റെനോൾഡ്സ് നമ്പർ 2000, റെനോൾഡ്സ് നമ്പർ 4000. അതായത് റെനോൾഡ്സ് നമ്പർ 2000-ന് താഴെയാണെങ്കിൽ ലാമിനാർ, 4000-ന് മുകളിലാണെങ്കിൽ ടർബുലൻ്റ്. ഈ റെനോൾഡ്സ് നമ്പർ 2000 ആകുന്നത് ഒരു വെലോസിറ്റിയിലാണ് v1, 4000 ആകുന്നതും ഒരു വെലോസിറ്റിയിലാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ലോവർ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്നും, 4000 ആകുന്ന വെലോസിറ്റിയെ അപ്പർ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്നും വിളിക്കും. സോ ദ വെലോസിറ്റി കറസ്പോണ്ട്സ് ടു റെനോൾഡ്സ് നമ്പർ 4000 ഈസ് കോൾഡ് അപ്പർ ക്രിട്ടിക്കൽ വെലോസിറ്റി ആൻഡ് ദ വെലോസിറ്റി കറസ്പോണ്ട്സ് ടു റെനോൾഡ്സ് നമ്പർ 2000 ഈസ് കോൾഡ് ലോവർ ക്രിട്ടിക്കൽ വെലോസിറ്റി. കാരണം ഈ വെലോസിറ്റിക്ക് താഴെയാണെങ്കിൽ അത് ലാമിനാർ ആയിരിക്കും. ഈ വെലോസിറ്റിക്ക് v2-ന് മുകളിലാണെങ്കിൽ അത് ടർബുലൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ദാറ്റ് ഈസ് ദ വെലോസിറ്റി, ക്രിട്ടിക്കൽ വെലോസിറ്റി. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് അസൈൻമെൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. ആ അസൈൻമെൻറ്റ്സ് നിങ്ങൾ 20-ാം തീയതിയാണ് ആ അസൈൻമെൻറ്റ്സ് ചെയ്യാനുള്ള ഡേറ്റ്. ആ അസൈൻമെൻറ്റ്സ് ചെയ്ത് വയ്ക്കണം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.